അമീബിക് മസ്തിഷ്ക ജ്വരം വെള്ളത്തിലൂടെ മാത്രം പകരും എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ ആശങ്ക. എന്നാൽ അന്തരീക്ഷത്തിലും അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ഭീതി ഇരട്ടിക്കുകയാണ്. അന്തരീക്ഷത്തിലെ അമീബ വെള്ളത്തിൽ കലരാതെ തന്നെ രോഗത്തിന് കാരണമാകുമോ എന്ന ആശങ്കയ്ക്ക് ആരോഗ്യ വിദഗ്ധർക്ക് മറുപടി പറയാനാവുന്നില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം കടുത്ത ആശങ്കയായി മാറിക്കഴിഞ്ഞു. കാരണം മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ അമീബയുടെ സാന്നിധ്യം ജലത്തിലാണ്. അത് അധികവും കുളങ്ങളിലാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ വിശദീകരിക്കുന്നത്. എന്നാൽ ഞെട്ടിക്കുന്നത് എന്താണെന്നോ, അന്തരീക്ഷത്തിലും അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. വെള്ളത്തിലും ചെളിയിലും കാണപ്പെടുന്നത് നെഗ്ലേറിയ ഫൗലേറിയ വിഭാഗത്തിലുള്ള അമീബയാണ്. എന്നാൽ അന്തരീക്ഷത്തിൽ കണ്ടെത്തിയത് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ അക്കാന്ത അമീബയാണ്. 3-4 ഇനം അമീബകളാണ് സാധാരണഗതിയിൽ ഈ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിലും പ്രധാനമായിട്ട് നിൽക്കുന്നത് നെഗ്ലേറിയയും അക്കാന്തമീബയുമാണ്. മറ്റ് ചില പേരുകളുമുണ്ട്. കുളിക്കുമ്പോൾ ജലത്തിലൂടെ ഈ അമീബ മൂക്കിലേക്കും അതുവഴി മസ്തിഷ്കത്തിലേക്കും കടക്കുന്നതാണ് അപകടകരം. അന്തരീക്ഷത്തിലെ അമീബയുടെ സാന്നിധ്യം അതീവ ഗൗരവതരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. എന്താണെന്നോ, സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ച അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ഭൂരിഭാഗവും അന്തരീക്ഷത്തിൽ കണ്ടെത്തിയ അക്കാന്ത അമീബ കാരണമാണ്. അന്തരീക്ഷത്തിലെ അമീബ ജലകണങ്ങളുമായി ചേരുന്നതോടെ മനുഷ്യ ശരീരത്തിലെത്താവുന്ന അവസ്ഥയിലാകും. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന അക്കാന്ത അമീബ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ കടക്കുന്നത്? അന്തരീക്ഷത്തിലുള്ള അമീബ കലർന്ന വെള്ളം ഉപയോഗിക്കുന്ന ആളുടെ മൂക്കിലൂടെയും ചെവിയിലൂടെയും മസ്തിഷ്കത്തിലേക്ക് കടക്കാം. നമുക്ക് ഈ അസുഖം വരാതിരിക്കണമെങ്കിൽ മൂക്കിനുള്ളിലേക്ക് കാര്യമായിട്ടുള്ള അളവിൽ വെള്ളം വലിച്ചു കയറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മാത്രം അമീബ ഉള്ള ഒരു അല്പം വെള്ളം മൂക്കിനകത്തേക്ക് ഏറെ നമ്മൾ കുത്തിവെക്കുകയാണെങ്കിൽ അമീബയ്ക്ക് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് ബ്രെയിനിലേക്ക് കയറാൻ വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷെ അതേ വെള്ളം നമ്മൾ വായ വഴി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. വായിലൂടെ കടക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ആരോഗ്യ വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ അമീബകൾ പൈപ്പ് വെള്ളത്തിലും കാണപ്പെടുന്നുണ്ട്. എല്ലാ ടാപ്പുകളിലും ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള അമീബ ഉണ്ടാകണമെന്നില്ലെങ്കിലും അമീബകളുടെ സാധാരണ വാസസ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിലും ഇവ കണ്ടുവരാറുണ്ട്. അതിനർത്ഥം ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളത്തിൽ അമീബയുടെ സാന്നിധ്യം കരുതിയിരിക്കണം. ഉപയോഗിച്ചാൽ രോഗത്തിന് സാധ്യതയേറെയാണ്. അമീബയുള്ള വായു ശ്വസിച്ചാൽ രോഗമുണ്ടാകുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. അതായത് അന്തരീക്ഷത്തിലുള്ള അമീബ നേരിട്ട് രോഗമുണ്ടാക്കുമെന്നതിന് ഇപ്പോൾ ആശങ്കയില്ലെന്ന് മാത്രം. അമീബിക് മെനിൻഗോഎൻകെഫലൈറ്റിസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയില്ല. വാസ്തവത്തിൽ ഇതൊരു പകർച്ചവ്യാധിയല്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.